ആരാധകരെ ഞെട്ടിച്ച താരക്കൈമാറ്റങ്ങൾക്ക് ലോകം പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ട്രാൻസ്ഫർ ആയിരുന്നു ഒരു കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരമായിരുന്ന ഡേവിഡ് ബെക്കാം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ സംഭവം. അതിന് പിന്നിലൊരു കഥയുണ്ട്, കാണാം. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഒരു കാലത്തെ രാജാവായിരുന്നു ഡേവിഡ് ബെക്കാം. കളിക്കളത്തിലും കളത്തിനു പുറത്തും ഒരുപോലെ പ്രശസ്തി നേടിയ ഫുട്ബോൾ ഐക്കൺ. പ്രതിഭയേറെയുള്ള താരവും ഗ്ലാമർ ലോകത്തെ ഐക്കണും. കളി നിർത്തി ഒരു വ്യാഴവട്ടക്കാലം പിന്നിടുമ്പോഴും ഫുട്ബോളിൽ ബെക്കാമിനെ മാറ്റി നിർത്തി ഒരു ചർച്ച സാധ്യമല്ല. നാല് വ്യത്യസ്ത രാജ്യങ്ങളിൽ ലീഗ് കിരീടം നേടിയ അപൂർവ താരങ്ങളിൽ ഒരാൾ. ബെക്കാമിന്റെ ട്രോഫി ഷെൽഫിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗ് അടക്കം നിരവധി കിരീടങ്ങളുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചു തുടങ്ങി ക്ലബിന്റെ താളവും വേഗവുമായി മാറി. അക്കാലത്തെ ഇംഗ്ലീഷ് പാപ്പരാസികളുടെ ഏറ്റവും പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഡേവിഡ് ബെക്കാം. 1992 മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൂടെ കരിയർ ആരംഭിച്ച ബെക്കാം സർ അലക്സ് ഫെർഗൂസന്റെ വിശ്വസ്ത താരമായി വളർന്നു. 11 വർഷം ടീമിൽ വിജയങ്ങളിലെല്ലാം ബെക്കാമിന്റെ ബൂട്ടുകളും പങ്കുചേർന്നു. പ്രീമിയർ ലീഗിൽ എതിരാളികളില്ലാത്ത സംഘമായി യുണൈറ്റഡ് വളരുന്ന കാലത്ത് ക്ലബിന്റെ മുഖമായിരുന്നു ഡേവിഡ്. റയൽ മാഡ്രിഡിലേക്കുള്ള കൂടുമാറ്റം യുണൈറ്റഡ് ആരാധകരെ മാത്രമല്ല ലോക ഫുട്ബോളിനെ ആകെ ഞെട്ടിച്ചു. ലോക ഫുട്ബോളിലെ എക്കാലത്തിന്റെ ഹൃദയമായ ട്രാൻസ്ഫറിലൊന്നായി അതിന്ന് വിലയിരുത്തപ്പെടുന്നു. യുണൈറ്റഡിനൊപ്പമുള്ള ഒരു ദശാബ്ദത്തിനിടെ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ബെക്കാമിന് പക്ഷേ അവസാന സീസണിൽ കാര്യങ്ങൾ നന്നായില്ല. ഫോം നഷ്ടപ്പെട്ട താരം പല മത്സരങ്ങളിലും സൈഡ് ബെഞ്ചിലിരുന്നു. യുണൈറ്റഡിൽ അതിർത്തിയിൽ നിൽക്കുകയാണ് സ്പാനിഷ് വമ്പന്മാർ റയൽ മാഡ്രിഡ് ബെക്കാമിന് വേണ്ടി ശ്രമിക്കുന്നത്. സാധാരണ ട്രാൻസ്ഫർ തട്ടിക്കപ്പുറം വ്യത്യസ്തമായ തന്ത്രമാണ് റയൽ മെനഞ്ഞത്. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യ പദം 3-1 ജയിച്ച റയൽ മാഡ്രിഡിനെതിരെ ഓൾഡ് ട്രാഫോർഡിൽ ഇരുത്തൂര് ലക്ഷ്യമിട്ടാണ് യുണൈറ്റഡ് ഇറങ്ങിയത്. ആദ്യ 11 ഉണ്ടാകുന്ന പ്രതീക്ഷിച്ച ബെക്കാമിനെ പരിശീലകൻ ഫെർഗൂസൻ തടഞ്ഞു. റയലിലായി റൊണാൾഡോ ഹാട്രിക്കുമായി തുടങ്ങിയതോടെ ബെക്കാമിനെ ഇറക്കാൻ ഫെർഗൂസൻ നിർബന്ധിതനായി. 2 ഗോൾ നേടിയ ബെക്കാമിന്റെ വകയിൽ യുണൈറ്റഡ് വിജയിച്ചെങ്കിലും ആദ്യ ഭാഗത്തിലെ ഗോൾ ആനുകൂല്യത്തിൽ റയൽ സെമിയിലെത്തി. മത്സരശേഷം ലോക ഫുട്ബോളിലെ എക്കാലത്തെ മികച്ച ട്രാൻസ്ഫറുകളൊന്നും സംഭവിച്ചു. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ റയൽ നായകനായ സിനദിൻ സിദാനും. മത്സരശേഷം താരങ്ങൾ കൈകൊടുത്ത് പിരിയുന്നതിനിടെ സിദാൻ ബെക്കാമിനടുത്തെത്തി. ജേഴ്സി കൈമാറിയ ശേഷം റയൽ മാഡ്രിഡിലേക്ക് വരുന്നോ എന്ന് ബെക്കാമിനോട് സിദാന്റെ ചോദ്യം. ആ ചോദ്യം കേട്ട് താൻ ഏതാനും നിമിഷങ്ങൾ സ്തംഭിച്ചു പോയെന്നാണ് ബെക്കാം പിന്നീട് വെളിപ്പെടുത്തിയത്. കുറച്ചുനേരം മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളിലൊന്നായി ഇന്നും ഓർക്കുന്നുവെന്നും ബെക്കാം പറഞ്ഞു. സീസൺ അവസാനിക്കുമ്പോൾ ബെക്കാമിനെ റയലിന്റെ ചിരവൈരികളായ ബാഴ്സലോണയിൽ കൈമാറാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഇനി മാറാൻ പോലും ആദ്യം താല്പര്യമില്ലായിരുന്ന ബെക്കാമിന്റെ തീരുമാനം മാറ്റിയത് സിദാന്റെ ആ ഒറ്റ ചോദ്യമായിരുന്നു. റയൽ മതിയെന്ന് നിലപാടെടുത്തതോടെ സിദാനും റൊണാൾഡോയും റോബർട്ടോ കാർലോസുമൊക്കെ ഉൾപ്പെട്ട ഫ്ലോറന്റീനോ പെരസിന്റെ ഗലാക്റ്റിക്സോ പദ്ധതിയിലേക്ക് ഡേവിഡ് ബെക്കാം എത്തി. 35 മില്യൺ യൂറോയായിരുന്നു കരാർ തുക. നാല് വർഷം റയലിൽ തുടർന്ന താരം 151 മത്സരങ്ങളിൽ നിന്ന് 20 ഗോൾ നേടി. സ്പാനിഷിൽ കിരീടവും റയലിനൊപ്പം നേടാൻ ബെക്കാമിനായി. 2007 റയൽ വിട്ട താരം അമേരിക്കൻ ക്ലബായ LA ഗാലക്സിയിലേക്ക് ചേക്കേറി. അവിടെ കളിക്കുന്നതിനിടെ 2 തവണ AC മിലാനിലേക്ക് ലോണിലും പോയി. കരിയറിന്റെ അവസാന സീസണിൽ ഫ്രഞ്ച് ക്ലബായ PSG കളിച്ച ശേഷം 2013 ബെക്കാം ബൂട്ടഴിച്ചു. മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർ മയാമിയുടെ സഹോദരമായ ഡേവിഡ് ബെക്കാം ഒരിക്കൽ താൻ ഭാഗമായ ഗലാറ്റിക്കോ ഇന്ന് അമേരിക്കയിലും പയറ്റുകയാണ്. ലിയോണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഡീപോളും ഒടുവിൽ കാസിമിറോയും ഒന്നൊന്നായി സൂപ്പർ താരങ്ങൾ ടീമിലെത്തിക്കുമ്പോൾ ബെക്കാമിന്റെ കൂടുമാറ്റവും ആരാധകർ ഓർത്തെടുക്കുന്നു.